Respected Cardamom planters, ഏലച്ചെടിയിൽ ഏക്കർക്ക് 1000 കിലോയ്ക്ക് മുകളിൽ എടുക്കുന്ന മെത്തേഡ് ഞാൻ ഒക്ടോബർ മാസം തൊട്ട് പറയാൻ തുടങ്ങി. ഒക്ടോബർ നവംബർ മാസത്തിൽ ഞാൻ പറഞ്ഞ പല വിഷയങ്ങൾ പല ആൾക്കാർ ഫോളോ അപ്പ് ചെയ്തിട്ട് മെച്ചപ്പെട്ട് ഇന്ന് ഫീൽഡിൽ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ട് സന്തോഷം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസംബർ മാസം 15-ാം തീയതി തൊട്ട് നവംബർ 15 വരെ ചെയ്യുന്ന പരിപാടി ഞാൻ പറയാൻ പോവുക. ഈ സമയത്ത് വരുന്ന പ്രശ്നത്തെ പറ്റി ഞാൻ പറയാൻ പോവുക. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പണിക്കാർ കിട്ടാതെ കൊണ്ട് കായെടുപ്പൊക്കെ പണിക്കാരില്ല. അപ്പോൾ കവാത്തിൻ്റെ പരിപാടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കവാത്ത് എടുത്ത് നോക്കിയ തോട്ടത്തിൽ ഈ സ്കെയിൽ ഈ പൂപ്പലിൻ്റെ പ്രശ്നം കൂടുതൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതോട് ഇപ്പോൾ പുതിയ ചരം പുതിയ ചിമ്പ് ഉണ്ടായി വരുന്നുണ്ട്. ഈ സമയത്ത് ഈ വരുന്ന പുതിയ ചരം മൊത്തം ത്രിപ്സ് അറ്റാക്ക്, ഈ ബ്ലാക്ക് ത്രിപ്സ് അറ്റാക്ക് ആണതുകൊണ്ട് ഈ ബാക്ടീരിയൽ ഡിസീസിന് ആൾക്കാർ തെറ്റായിട്ട് പറയുന്നുണ്ട്. അത് ബാക്ടീരിയൽ ഡിസീസ് അല്ല, ത്രിപ്സ് അറ്റാക്ക്. ഈ ബ്ലാക്ക് ത്രിപ്സിൻ്റെ തൊന്തരവ് കൊണ്ട് ഈ ചരം മൊത്തം ഉണങ്ങി പാല വിരിയാതെ അങ്ങനെ ഇറുക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ത്രിപ്സ് കൺട്രോൾ ആക്കണം, പാനിക്കൽ ബോർ വരാതെ നോക്കണം, സ്റ്റെം ബോറർ വരാതെ നോക്കണം, ഈ പൂപ്പൽ കൺട്രോൾ ആക്കണം. അതോട് ഫിസേരിയം പോള പൊളിച്ചൽ ഈ 5 ഇല 6 ഇല 7 ഇല വച്ച പിറക് ഈ ചരം പൊട്ടിക്കുന്ന സ്റ്റേജ് വരുന്ന മുമ്പ് തട്ടയ്ക്ക് കംപ്ലീറ്റ് ഇളം തട്ടയ്ക്ക് മഞ്ഞപ്പ് വന്നിട്ട് ഈ പോള മൊത്തം തട്ട വെടിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇത് സ്പോമാന്ന് ആൾക്കാർ പറയുന്നുണ്ട്. സോ ഈ സ്പോമയുടെ ഡിസീസ് ഈ ഫിസേരിയം വരുന്ന ബാസ് പ്രോബ്ലം നമുക്ക് വന്നിട്ട് നെമറ്റോഡ്. ഈ നെമറ്റോഡും അഴുകളും മണ്ണിൽ ഫംഗസ് കേട് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോമയുടെ ഡിസീസ് നമുക്ക് ഉണ്ടാകും. സോ ഈ പറയുന്ന പ്രോബ്ലം കൺട്രോൾ ആക്കണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കെമിക്കൽ ആൻഡ് ഫംഗിസൈഡ് ഞാൻ പറയാൻ പോവാ. ഡിഫൻഡറിന് ഒരു സാധനം, ഇത് 200 ലിറ്റർക്ക് 125 മില്ലി കലർന്ന് ഒഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൂപ്പൽ ഈ സ്കെയിൽസ് ചക്കിംഗ് പെസ്റ്റ് മൊത്തം കൺട്രോൾ, ബ്ലാക്ക് ത്രിപ്സ് 100% കൺട്രോൾ ആൻഡ് ബോററും പക്ക കൺട്രോൾ കിട്ടും. ഈ ഒറ്റ സാധനം 125 മില്ലി അടിക്കുവാണെങ്കിൽ ഈ പ്രോബ്ലം ഈ ഇൻസെക്ടിസൈഡ് ഈ സാധനം ചേർക്കുമ്പോൾ മൊത്തം പ്രോബ്ലം ഫുൾ കൺട്രോൾ ആയിടും. അതോട് ഫംഗിസൈഡ് ഈ സമയത്ത് നമുക്ക് മഞ്ഞ് കൂടുതൽ ഇനി കിട്ടും അല്ലേ. അപ്പോൾ ഈ മഞ്ഞ് സമയത്ത് നമുക്ക് സ്റ്റെം റാട്ട് ഉണ്ടാകും, ലീവ് സ്പോട്ട് ഡിസീസ് ഉണ്ടാകും. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഫുൾ ക്യൂർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ് 100 മില്ലി, അതോട് പ്രോപിസ്കാപ്പ് എന്ന് പറയുന്ന ഒരു കോണ്ടാക്ട് ഫംഗിസൈഡ് 200 ഗ്രാം. സോ ഇത് മാത്രം ഡിഫൻഡർ ആൻഡ് ഫുൾ ക്യൂർ ആൻഡ് പ്രോപിസ്കാപ്പ് ഈ 3 സാധനം ചേർത്ത് ഒരു പക്ക പെനിട്രേഷൻ ഉള്ളത് ബോണ്ട്, നോവ കമ്പനിയുടെ ബോണ്ട് പെനിട്രേഷൻ സ്പ്രെഡർ ഓർക്കാകുന്ന ആ സാധനം 30 മില്ലി ചേർത്ത് കുളിപ്പിച്ച് അടിക്കുക. മൊത്തം ഈ പ്രശ്നയിലിരുന്ന് കംപ്ലീറ്റ് എല്ലാവരും രക്ഷപ്പെടുക. ആൻഡ് മുഖ്യ ഒരു വിഷയം ചെയ്യ വേണ്ടിയ ഈ മാസം നമുക്ക് സീസൺ തുടങ്ങുമ്പോൾ അളുകൾ ഉണ്ടാകുന്നുണ്ട്. ജൂൺ തൊട്ട് ഒക്ടോബർ വരെ അളുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ മണ്ണിൽ ഉള്ള ഈ പിത്തിയം പൈറ്റോപ്തെറ ഫംഗസ്. അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ആക്കണം. ആ സമയത്ത് നമുക്ക് തുറിച്ചടിച്ച് കൺട്രോൾ ആക്കണം. അതോട് ഇതുപോലെ ഈ കറക്റ്റ് ഈ ഡിസംബർ ജനുവരി ഈ മാസം ഈ മണ്ണിൽ നമുക്ക് നന്മ ചെയ്യக்கூடிய ഈ സൂഡോമോണാസ് ട്രൈക്കോഡെർമ വിരിഡി, ഈ വാം ബാക്ടീരിയ, കാർബൺ അതുപോലെ വിഷയങ്ങൾ കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ സൂഡോമോണാസ് നോർമൽ സൂഡോമോണാസ് ഈ ലാബിലിരുന്ന് എടുക്കുന്ന സാധനം ഈ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും മേടിക്കുന്ന ആ സാധനം കറക്റ്റ് അല്ല. ഇത് എല്ലാവരും നിങ്ങൾ ഉപയോഗിച്ച്
ലാസ്റ്റ് സമയത്തെ ആളുകൾ കൺട്രോൾ ഇല്ലാതെ തോട്ടം മൊത്തം മോശം പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്തെ ഒരു ഒറ്റ ട്രഞ്ചിങ് നിങ്ങൾ ചെയ്യണം. ഒന്ന്, ഡോക്ടർ മോണോസ് എക്സലന്റ് സൂഡോമോണസ് ഫ്ലൂറസെൻസ് ബാക്ടീരിയ. രണ്ട്, ഡോക്ടർ ഡെർമ ട്രൈക്കോഡെർമ വിരിഡീസ്. മൂന്ന്, മൈക്കോറൈസ ബാക്ടീരിയ ഡോക്ടർ എം. ഈ മൂന്നും 200 ലിറ്റർക്ക് 200 മില്ലി 200 മില്ലി 200 മില്ലി മാത്രം. അതോട് എം കാർബൺ പൗഡർ 500 ഗ്രാം. ഈ എം കാർബൺ പൗഡർ ഈ കാർബൺ മണ്ണിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബാക്ടീരിയ ഈ സൂഡോട്രൈക്കോവാം ബാക്ടീരിയ മണ്ണിൽ കൂടുതൽ റീപ്രൊഡക്ഷൻ ആകും. അതുകൊണ്ട് മണ്ണിൽ കാർബൺ കൂടുതൽ വേണം. അപ്പോ എം ഈ കാർബൺ പൗഡറും കൂടെ ചേർത്ത് നമുക്ക് ഒളിക്കുവാണെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ജാസ്തിയാകും. 1 ലിറ്റർക്ക് 1 ml ഡോസ് മാത്രം കൊടുത്താൽ ഇത് ഒരു 5 മാസം 4 മാസം 5 മാസം കൊണ്ട് കോടിക്കണക്കാன സ്പോർസ് ഉണ്ടായിടും. ഇതോട് ഈ ബാക്ടീരിയ കൂടുതൽ നന്നായിട്ട് എക്സലന്റ് വളരാനായിട്ട് സീവീഡ് ബേസ്ഡ് മൗര്യ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ റൂട്ട് ഡെവലപ്മെന്റ്സ് ആക്കുന്ന സാധനം കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. ഒറ്റ അടി. അപ്പോൾ സൂഡോട്രൈക്കോവാം ഈച്ച് 200 ml ആൻഡ് എം പൗഡർ 500 ഗ്രാം ആൻഡ് മൗര്യ ഗോൾഡ് 1 kg. ഈ മൗര്യ ഗോൾഡ് 1 kg ചേർത്ത് ടോട്ടൽ ഒരു ഡ്രം കാസ്റ്റ് നമുക്കൊരു 650 റുപ്പീസ് മാത്രം ആകും. ചെടിക്ക് 10 ലിറ്റർ ഒളിക്കണം. ഈ സമയത്ത് ഇത് ഒളിച്ചാൽ നമുക്ക് സീസണിൽ വരുന്ന അള്ളുകൾ ഉണ്ടാക്കുന്ന പിത്തിയം ഫംഗസ് മൊത്തം കൺട്രോൾ ആകും. ഈ ബാക്ടീരിയ മണ്ണിൽ കൂടുതൽ ഈ സമയത്തെ ഉണ്ടായിട്ട് ഈ കേട് ബാക്ടീരിയ ഈ പിത്തിയം ആൻഡ് പൈറ്റോപ്തെറ ഫംഗസ് കളിച്ച് വളരக்கூடிய ഒരു കപ്പാസിറ്റി ഈ സൂഡോട്രൈക്കോ ഈ വാം ബാക്ടീരിയയ്ക്ക് ഉണ്ട്. ആൻഡ് ഈ മൗര്യ ഗോൾഡ് പറ്റി ഞാൻ പറയുന്നു. ഈ മൗര്യ ഗോൾഡ് എന്ന് പറയുന്ന സീവീഡ് ബേസ്ഡ് കാർബണും കലർന്ന ഒരു എക്സ്ട്രാഡിനറി ഗ്രോത്ത് പ്രൊമോട്ടർ. സമ്മറിൽ അധിക നമുക്ക് വേർ ഉണ്ടാക്കുന്ന സാധനം. അതോട് കൂടുതൽ ടില്ലർസ് കൂടുതൽ മൾട്ടിപ്പിൾ സിമ്പ് നമുക്ക് ഉണ്ടാക്കും. സോ ഇത് നമുക്ക് ബെസ്റ്റാണ് റിസൾട്ട് കൊടുക്കുന്ന സാധനം. നമുക്ക് ഈ സൂഡോ കൂട്ടത്തിൽ നമുക്ക് വിടാം. മണ്ണുപണി ചെയ്യണം. മണ്ണുപണി ചെയ്യുന്ന സമയം നന്നായിട്ട് എറുമ്പ് അടിച്ച ആൾക്കാരുടെ ചുവടുക്ക് മാത്രം അളുകൾ കിളങ്ങ് 1-2 ഉണ്ടെങ്കിൽ അത് മാത്രം മാന്തി എടുത്തിട്ട് ചുവട് മാത്രം മണ്ണ് വിരിക്കണം. ചപ്പ് ഇടയ്ക്കുള്ള ചപ്പ് നമുക്ക് മൾച്ചിങ് പർപ്പസ്ക്ക് നമുക്ക് വയ്ക്കാം. പുതയിടണം. കംപ്ലീറ്റ് മൂടരുത്. ഈ വർഷം ഭയങ്കര ചൂട് കൂടെ വരാൻ ചാൻസസ് ഉണ്ട്. സോ ഈ മണ്ണുപണി ചെയ്യുന്ന മുമ്പ് OMK എന്ന് പറഞ്ഞ ഒരു ഗ്രാനുവൽസ്. ഈ ഗ്രാനുവൽസ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ് ആൻഡ് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ ജിങ്ക്, ബോറാൻ, മാലിബ്ഡേനം എല്ലാ മൈക്രോ ഇൻഡ്യൂസും ചേർന്ന ഒരു സാധനം. ഇത് ചാണകത്തിൻ്റെ പകരം എല്ലുപൊടിയുടെ പകരം ഒക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഓർഗാനിക് മെന്യൂർ. പൊട്ടാസ് കണ്ടന്റ് കൂടുതലുണ്ട്. ഈ പൊട്ടാസ് കൂടുതൽ ചേർന്ന ഈ സാധനം ഇടുമ്പോൾ ട്രൗട്ട് റെസിസ്റ്റന്റ്. കൂടുതൽ ചൂട് വന്നാലും കൂടെ വേർ ഉണങ്ങി പോകത്തില്ല, ഇല മഞ്ഞപ്പ് വരുന്നില്ല.
പക്കാവാന ഒരു ഇംപ്രൂവ്മെന്റ് ഈ സമ്മർ മൊത്തം കിട്ടുന്ന അടിപൊളി സാധനം നമുക്ക് ഒരു 1/2 കിലോ വച്ച് നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് വിരിക്കണം. മണ്ണ് വിരിച്ച ആൾക്കാർ കൂടെ മുകളിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു ട്രഞ്ചിങ് ഈ സൂഡോ ട്രഞ്ചിങ് പോകുമ്പോൾ അളുങ്ങിപ്പോയിടും. ഒരു 10 ലിറ്റർ വെള്ളം കിട്ടിയാൽ മതി. ഇട്ട് കൊടുത്തിട്ട് 10 ലിറ്റർ ഒഴിച്ചാലും കൂടെ ഇത് കംപ്ലീറ്റ് അളുങ്ങുന്ന ഒരു പക്കാ സാധനം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഈ മാസം എല്ലാവരും മണ്ണുവിരി പണി ചെയ്ത് തീർക്കണം. ഈ സമയത്ത് തീർക്കണം. ഓക്കെ. സോ ഈ ടൈപ്പിൽ ഈ ഡിസംബർ 15 തൊട്ട് ജനുവരി 15 വരെ ഈ കെമിക്കൽ, ഈ ട്രഞ്ചിങ് ആൻഡ് ഈ സോയിൽ അപ്ലിക്കേഷൻ ചെയ്തിട്ട് മണ്ണ് വിരിക്കുക. പക്കാവാന ഒരു 1000 കിലോ ഈൽഡ് എടുക്കാനായിട്ട് ഫീൽഡ് മുന്നോട്ട് കൊണ്ടുപോവുക. ജസ്റ്റ് 30 ചിമ്പ് പക്കാ ഹെൽത്തി 30 ചിമ്പ് ഉണ്ടാക്കിയാൽ മതി. 90 ചരത്തുക്ക് ഒരു ചരത്തിന് 25 കൊത്ത്, ഒരു കൊത്തുക്ക് 12 കാ കിട്ടിയാൽ മതി. നമുക്ക് 20 കിലോ പച്ചക്ക നമുക്ക് കിട്ടും. 4 കിലോ ചരക്ക് ഒരു ചെടിയിൽ ഇருந்து എടുക്കുന്ന മെത്തേഡ് ടോട്ടൽ നമുക്ക് ഏക്കർക്ക് 1000 അല്ല 1500 വരെ കൂടെ നമ്മൾ എടുക്കാൻ പറ്റും. നിങ്ങൾ ഈ മെത്തേഡ്, ഞാൻ പറയുന്ന മെത്തേഡ് കണ്ടിന്യൂ ചെയ്തിട്ട് എല്ലാവരും 1000 കിലോയ്ക്ക് മുകളിൽ എടുക്കുന്ന ഒരു സ്റ്റൈലിൽ നമ്മളുടെ കൃഷി കൊണ്ടുപോകണമെന്ന് ഓർത്ത് ഞാൻ ഈ വീഡിയോ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്. താങ്ക് യു.